അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം വണ്ടി റിവ്യൂ ചെയ്യണതാണ്. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ചാനലിൽ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടില്ല. ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ടെസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് വണ്ടി ഫുള്ള് പൊളിച്ച് വണ്ടിയുടെ സ്റ്റോക്കാക്കി ഡിസ്ക് മാറ്റിയിട്ട് ഫുൾ സ്റ്റോക്കാക്കി കൊണ്ടു നടക്കാനുള്ള പ്ലാനുണ്ട്. അതുകൊണ്ട് 2 മാസം വരെ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫുള്ള് പൊളിച്ചിട്ട് പെയിൻറ്റിങ് പ്ലേറ്റിങ് ഇതെല്ലാം ചെയ്ത് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ട് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ആർക്കും അറിഞ്ഞൂടാ. ഫോട്ടോസ് കാണുന്നതല്ലാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോസ് കാണുന്നതല്ലാതെ വേറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എങ്ങും റിവീൽ ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ ഫുള്ള് എന്തൊക്കെയാണ് വണ്ടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സൈലൻസറിലെ ചേമ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ചേമ്പർ ചെയ്തേക്കണമെന്ന് വെച്ചാൽ തൃശ്ശൂർ നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓട്ടിച്ച് തൃശ്ശൂർ പോയി അവിടെ ചെന്നിട്ട് ആ ചേട്ടൻ്റെ പ്രശാന്ത് ചേട്ടൻ്റെ നമ്മളെ ലേത്തി പോയിട്ട് അവിടെ നിന്ന് നമ്മൾ സൈലൻസറിലാക്കിയിട്ട് ചേമ്പർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്ക് മാപ്പ് നോക്കട്ടെ. അപ്പോൾ വണ്ടിയിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേമ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് സാരി ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കിടിലൻ ഫോഗ് HJGയുടെ ഫോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം നമ്മളെ ബ്രംബോ ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാർ ഹാൻഡിൽ, ഇസഡിൻ്റെ മീറ്റർ, SD ഹെഡ്ലൈറ്റ്, പൾസറിൻ്റെ ഡിസ്ക്, ഒരു 2 ഫോർ ഗാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ RD ടൈപ്പ് സീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓരോന്നിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മളെ ചേമ്പർ ചെയ്തേക്കുന്നത് തൃശ്ശൂരുള്ള നമ്മുടെ പ്രശാന്ത് എന്ന് പറയുന്ന ചേട്ടനാണ് ചെയ്തേക്കുന്നത്. ആ ചേമ്പറിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേട്ടാലോ. ബാ അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഹാൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ലിവർ, മിറർ, ഈ സ്വിച്ച് വെച്ചിട്ടുണ്ട്. സ്വിച്ച് എന്തിനാണ് വെച്ചേക്കുന്നതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ മൊബൈൽ ഹോൾഡർ, ബോബ് വരെ ഇത് വിത്ത് ചാർജർ വരുന്നതാണ്.
കുറച്ച് ഫാസ്റ്റ് ചാർജിങ് ആണ്. പിന്നെ ഒരു ബാറ്ററിൻ്റെ പൗച്ച് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് വരുമ്പോൾ ഡിസ്ക് ബ്രേക്ക് നമ്മളെ ബ്രംബോ വരെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് വെച്ചേക്കുന്നത്. നമ്മളെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി .4ൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ മീറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന കണക്ക് തന്നെ ഞാനും ഇതേപോലെ ഇസഡിൻ്റെ മീറ്ററാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ലോക്ക് സെറ്റും ഇസഡിനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന അപ്പർ പ്ലേറ്റിൻ്റെ ഈ സപ്പോർട്ടർ, ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ ഒറിജിനൽ വരുന്ന ഗ്ലാഡിയേറ്ററാണ്. ഇപ്പോൾ വരുന്ന ആഫ്റ്റർ മാർക്കറ്റില്ല. ഗ്ലാഡിയേറ്ററിൻ്റെ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ പോയി ഗ്ലാഡിയേറ്ററിൻ്റെ ഒറിജിനൽ സാധനമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ആഫ്റ്റർ മാർക്കറ്റിൽ ഇവിടെ യമഹേതൊക്കെ ബാഡ്ജിങ് ഒക്കെ വരും. പക്ഷേ ഇതിനതൊന്നും വരത്തില്ല. ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ ഒറിജിനൽ പീസാണ്. മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് 2 ഫോഗ് വെച്ചിട്ടുണ്ട്. ഈ സംഭവം ചെറുതാണെങ്കിലും അത്യാവശ്യം കിട്ടിയാൽ വെട്ടണം. ഓപ്പോസിറ്റ് വരുന്ന കാറുകാരൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് അടിച്ച് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെട്ടം വെച്ചിട്ട് അവരെ കൊണ്ട് ഡിമ്മടിപ്പിക്കും. അമ്മായിരിക്കില്ല സാധനമാണ്. ഇതിൽ വരുന്ന 2 ഫിലമെൻ്റാണ്. മഞ്ഞയും വരും, വൈറ്റും വരും. വീഡിയോ സൈഡിൽ ആഡ് ചെയ്തേക്കുക. അത്യാവശ്യം നല്ല വെട്ടമാണ്. ഇതിപ്പം ആർക്കെങ്കിലും ഈ സാധനം ഇതിൻ്റെ റേറ്റ് വരുന്ന 1800 സംതിങ് ആണ്. പിന്നെ സ്വിച്ചും കൂടെ വാങ്ങുമ്പോഴത്തേക്ക് 2000 സംതിങ് രൂപയ്ക്ക് അകത്ത് വരും. പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 6 മാസമായി. കിട്ടില്ല യൂസാണ്. വേണമെന്നുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഹെഡ്ലൈറ്റ് അത് നോക്കുമ്പോൾ മനസ്സിലായി HD അതായത് കുറച്ച് വലിയ ഹെഡ്ലൈറ്റ് ഗിറ്റിൽ വരുന്ന ടൈപ്പാണ് വെച്ചേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്ക് 4 ഗാർഡ് മെറ്റൽ പീസിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും മെറ്റലാണ്, ഫൈബറല്ല. മെറ്റലിൽ ചെയ്തിട്ട് നമ്മൾ എൽനോസ് 90 എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഡിസൈനിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്ക് നോക്കുകയാണെങ്കിൽ പൾസറിൻ്റെ ഡിസ്ക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. ഈ ഡിസ്ക് പ്ലേറ്റ് ഈ കട്ടിങ്ങിൽ പൾസറിൻ്റെ പ്ലേറ്റിൽ കട്ടിങ് വരില്ല. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഈ കട്ടിങ് ചെയ്തിട്ട് ഫുള്ള് കട്ട് ചെയ്ത് ഒരു പൾസറിൻ്റെ ഡിസ്ക് വെറൈറ്റി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. പിന്നീട് നോക്കുമ്പോഴത്തേക്ക് ആ ടാങ്ക് ഞാൻ പെയിൻറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ വൈറ്റ്, ബ്ലൂ, റെഡ്, ഡാർക്ക് ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട് സാരി കാർഡ്. മെയിനായിട്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ സാരി കാർഡ് വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആളിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ ചേമ്പറിന് ഒന്നും പറ്റല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ സാരി കാർഡ് വെച്ചത്. കാരണം എന്ന് വെച്ചാൽ ബാക്കിൽ ഓടിരിക്കുമ്പോഴത്തേക്ക് ലോങ്ങൊക്കെ പോകുമ്പോഴത്തേക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് കാല് എന്തെങ്കിലും ടയർഡോ അല്ല എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചേമ്പറിൽ നമ്മൾ സൈലൻസറിൽ കാല് വയ്ക്കും. കണക്ക് ചേമ്പറിൽ ചിലപ്പം കാല് വെച്ച് ചെരുപ്പിൻ്റെ ആ ഭാഗമൊക്കെ ഉരുകി ചിലപ്പം ചേമ്പറിൽ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാരി കാർഡ് സെറ്റ് ചെയ്ത്. പിന്നെ നമുക്ക് വേറൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് പോകുമ്പോഴത്തേക്ക് അപ്പുറം ഇപ്പുറം ലഗേജ് വയ്ക്കാം. ക്യാരിയറിൽ ലഗേജ് വയ്ക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരിയറിൽ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ട്രെയിറ്റ് റോഡായാലും വലിയ കുലുക്കമില്ലാത്ത റോഡായാലും നമ്മൾ പോകുന്നതിനനുസരിച്ച് വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ വൈബ്രേഷൻ ഉണ്ടായി എനിക്ക് അനുഭവം ഉള്ളതാണ്. വൈബ്രേഷൻ ഉണ്ടായി നമ്മളെ ക്യാരിയർ ബെൻഡാവും. നമ്പർ പ്ലേറ്റ് വരുന്ന നമ്മളെ യൂണിറ്റ് ഉണ്ടല്ലോ, നമ്പർ പ്ലേറ്റിൻ്റെ ബ്രാക്കറ്റ് ലൈസൻസ് എന്ന് പറയും. അപ്പോൾ ആ സാധനം ബെൻഡാവും. ചിലപ്പോൾ മഡ് ഗാർഡ് വരെ ബെൻഡാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് 2 ലെഫ്റ്റ് റൈറ്റ് സാരി ഗാർഡിൽ നമുക്ക് ബാഗ് വെച്ചിട്ട് നമ്മളെ ലഗേജ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ക്യാരിയർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഈ ക്യാരിയർ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇരിക്കുന്ന 2 ക്ലാമ്പും നമ്മളെ ക്യാരിയറിൽ വരുന്ന സാധനമാണ്, വരുന്ന ക്ലാമ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ക്ലാമ്പ് വരും. ഈ ക്ലാമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ക്യാരിയറിൻ്റെ സൈഡിൽ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വരുന്ന ക്ലാമ്പ് നമ്മൾ ആ ക്ലാമ്പിനോട് വെച്ച് മുറുക്കുകയും ഷോക്ക് ഓബ്സറിൽ നിന്ന് വരുന്ന ആ ബോൾട്ട് ഈ ക്ലാമ്പിൽ വെച്ച് മുറുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് ക്ലാമ്പ് ചെയ്തിട്ട് ചെറിയൊരു പട്ട ചെയ്തിട്ട് നമ്മളെ 5 സ്പീഡ് ഫുട് റെസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ 5 സ്പീഡ് ഫുട് റെസ്റ്റിൻ്റെ ക്യാറ്റൊക്കെ വെച്ച് മുറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലെങ്തി ആയിട്ടൊരു സാധനം വരും. ഇവിടെ ക്യാറ്റ് വെച്ച് മുറുക്കുന്ന ഇവിടെയാണ്. അപ്പം ഇവിടെ ആ ഒരു സൈസ് ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മളൊരു പട്ട വെച്ചിട്ട് ഇവിടെ ഒരു 12 ബോൾട്ട് ഇട്ട് മുറുക്കുമ്പോഴത്തേക്ക് ക്യാരിയർ നല്ല സ്ട്രോങ്, അപ്പുറത്തിരിക്കുന്ന അതേ സെയിം സ്ട്രോങ് ഇപ്പുറത്തും കിട്ടും. അത് കഴിഞ്ഞ് നമ്മളെ സീറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാ വണ്ടിയിലും വർക്ക് ചെയ്യുന്ന പോലെ തന്നെ RD ടൈപ്പ് സീറ്റാണ്. അതായത് 135ൻ്റെ Rx-നും ബാക്കിൽ RDയുടെ ചെറിയൊരു കർവ് വരുന്ന രീതിയിലാണ് നമ്മൾ സീറ്റ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ വേറൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ഹസാർഡ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടിയിലും ചെയ്യുന്നതാണ് ഹസാർഡ്. അപ്പോഴത്തേക്ക് ഞാൻ മെയിനായിട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻഡിക്കേറ്ററിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ ബൾബാണ്. അപ്പോൾ ഹാലജൻ ബൾബ് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു LED ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LED ബൾബ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പകലാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രിയാകുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ബ്രൈറ്റ് ആകും. കാരണം എന്ന് വെച്ചാൽ ലെൻസ് ഗ്ലാസ് ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ കാണുന്നത്
നമ്മൾ 7 മോഡുണ്ട്. ഇതിനകത്തൊരു ഈ ഹെഡ്ലൈറ്റിനകത്ത് ഞാൻ ഒരു റണ്ണർ വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ 4 സ്ട്രോക്ക് വണ്ടിയിലൊക്കെ കണക്ട് ചെയ്യും കണക്ക് അതേപോലെയാണ് ഞാൻ എൻ്റെ ഈ RX-ൽ ഞാൻ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തേക്കുന്നത്. കാരണം വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് സൈഡിൽ ആഡ് ചെയ്ത് തരാം. പകലാകുമ്പോഴത്തേക്ക് അത്ര ക്ലിയറായിട്ട് അറിയാൻ പറ്റത്തില്ല. അപ്പം ഒരു 7 മോഡ് വരുന്ന റണ്ണറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ 4 ഇൻഡിക്കേറ്ററിൻ്റെയും ബൾബ് ഹാലജൻ ബൾബ് മാറ്റിയിട്ട് LED ബൾബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്പർ പ്ലേറ്റ് പിറകിൽ ഞാൻ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. അത് നമ്മളെ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടിക്കും, ഇപ്പോൾ വരുന്ന എല്ലാ 4 സ്ട്രോക്കിനും BS4 തൊട്ട് ആണെന്ന് തോന്നുന്ന എല്ലാ വണ്ടിക്കും നമ്പർ പ്ലേറ്റിൻ്റെ സൈഡിൽ ഒരു റിഫ്ലക്ടർ വരും. അത് ഞാൻ ഇപ്പോൾ ഒരു ക്ലാമ്പ് മേടിച്ചിട്ട് നമ്മൾ സാധാ RX-ൻ്റെ 2 റിഫ്ലക്ടർ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കിക്കർ 5 സ്പീഡാണ് വെച്ചേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ വണ്ടിയിൽ ചെയ്തേക്കുന്ന കാര്യം. ഇനിയിപ്പം ഏകദേശം 2 മാസം കൂടി വണ്ടി ഇങ്ങനെ ഓട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 മാസം കഴിയുമ്പോഴത്തേക്ക് ടെസ്റ്റ് വരണുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ RX-135ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.